ഹായ് ഹലോ മക്കളെ. അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് രശ്വ യാക്കൂബ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബില്ലൊക്കെ ഒന്ന് പൊട്ടിക്കണം. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ കുറച്ച് കുട്ടിക്കഥകളൊക്കെ ആയിരുന്നു. സ്റ്റോറീസ് പഠിക്കാനും കേൾക്കാനൊക്കെ എളുപ്പമായിട്ടുള്ളൊരു സ്റ്റോറീസായിരുന്നു ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റോറി ഇന്ന് ആരംഭിക്കാൻ പോവുകയാണേ. സുഹൃത്തിൻ്റെ ഉപദേശം എന്നാണ് സ്റ്റോറിയുടെ പേര്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കണം, കമൻ്റ് അടിക്കണം. ഓക്കെ, കമൻ്റ് അടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോറി കേൾക്കാം. സുഹൃത്തിൻ്റെ ഉപദേശം എന്നൊരു സ്റ്റോറിയാണ് കേട്ടോ ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അവിടെ ഒരു അലക്കുകാരൻ്റെ കവിത ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തുണിക്കെട്ടുകൾ ചുമന്ന ദിവസം മുഴുവൻ അവൻ ചെലവഴിക്കും. അലക്കുകാരൻ തന്നെ പിശുക്കനും ദയയില്ലാത്തവനുമായിരുന്നു. അവൻ തൻ്റെ കഴുതയ്ക്ക് തീറ്റ ക്രമീകരിച്ചില്ല. രാത്രിയിൽ മേയാൻ തുറന്നിട്ടേയുള്ളൂ. അടുത്തൊന്നും മേൽപ്പുറമില്ലായിരുന്നു. കഴുത ശരീരത്തിൽ നിന്ന് വളരെ ദുർബലമായി. ഒരു രാത്രി ആ കഴുത ഒരു കുറുക്കനെ കണ്ടുമുട്ടി. കുറുക്കൻ അവനോട് ചോദിച്ചു, ഹേയ് സാർ, എന്തുകൊണ്ടാണ് നിങ്ങൾ ദുർബലരായിരിക്കുന്നത്? കഴുത സങ്കടമറയ സ്വരത്തിൽ തനിക്ക് പറഞ്ഞു, തനിക്ക് ദിവസം മുഴുവൻ എങ്ങനെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു തരും, ഒന്നും കഴിക്കാൻ തരില്ല. രാത്രിയിൽ ഇരുട്ടിൽ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പൊളിക്കണം. ഇവിടെ അടുത്ത് ഒരു വലിയ പച്ചക്കറി തോട്ടമുണ്ട്. അവിടെ പല തരം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. വെള്ളരി, പടിപ്പുകതകിൻ്റെ, ക്യാരറ്റ്, മുള്ളങ്കി, ടാനിക്സ്, വഴുതന എന്നിവയെല്ലാം അവിടെയുണ്ട്. വേലി തകർത്ത് ഒരു സ്ഥലത്തേക്ക് കടക്കാൻ ഞാൻ ഒരു രഹസ്യ വഴി ഉണ്ടാക്കി. എല്ലാ രാത്രിയും അവിടെ നിന്ന് അകത്ത് കയറി ഭക്ഷണം കഴിച്ച് ആരോഗ്യം ഉണ്ടാക്കുന്നു. നീയും എൻ്റെ കൂടെ വാ. ഉറഞ്ഞു തുള്ളുന്ന കഴുത കുറുക്കനോടൊപ്പം പോയി. പൂന്തോട്ടത്തിൽ പ്രവേശിച്ച കഴുത മാസങ്ങൾക്ക് ശേഷം ആദ്യമായി മുഴുവൻ ഭക്ഷണം കഴിച്ചു. ഇരുവരും പൂന്തോട്ടത്തിൽ രാത്രി തങ്ങി. നേരം പുലരും മുമ്പ് കുറുക്കൻ കാട്ടിലേക്ക് പോയി. കഴുത അവൻ്റെ അലക്കുകാരൻ്റെ അടുത്തേക്കും വന്നു. അതിനുശേഷം അവർ എല്ലാ രാത്രിയും ഒരിടത്ത് കണ്ടുമുട്ടും. പൂന്തോട്ടത്തിൽ പ്രവേശിച്ച് പൂർണ്ണമായി ഭക്ഷണം കഴിക്കുക. മെല്ലെ കഴുതയുടെ ശരീരം നിറയാൻ തുടങ്ങി. അവൻ്റെ മുടി തിളങ്ങാൻ തുടങ്ങി. തന്ത്രം രസകരമായിരുന്നു. പട്ടിണി കിടന്ന ദിവസം അവൻ പൂർണ്ണമായും മറന്നു. ഒരു രാത്രി ധാരാളം ഭക്ഷണം കഴിച്ച് കഴുതയുടെ ആരോഗ്യം പച്ചയായി. അവൻ ചിരിക്കാൻ തുടങ്ങി. വായ ഉയർത്തി ചെവികൾ അടിക്കാൻ തുടങ്ങി. കുറുക്കൻ ആശങ്കയോടെ ചോദിച്ചു, സുഹൃത്തേ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിനക്ക് സുഖമാണോ? കഴുത കണ്ണടച്ച് തണുത്ത സ്വരത്തിൽ പറഞ്ഞു, എൻ്റെ ഹൃദയം പാടാൻ ശ്രമിക്കുന്നു. നല്ല ഭക്ഷണം കഴിച്ച് പാടണം. ഞാൻ ദൈഞ്ചു രാഗം ആലപിക്കണമെന്ന് വിചാരിക്കുന്നു. കുറുക്കൻ ഉടൻ മുന്നറിയിപ്പ് നൽകി, ഇല്ല, ഇത് നീ ചെയ്യരുത്. കഴുത സഹോദര, പാടി നടക്കരുത്. നമ്മൾ രണ്ടുപേരും ഇവിടെ മോഷ്ടിക്കുകയാണെന്ന് നീ മറക്കരുത്. കുഴപ്പം ക്ഷണിച്ചു വരുത്തരുത്. കഴുത കുറുക്കനെ വക്രമായ നോട്ടത്തോടെ നോക്കി പറഞ്ഞു, കുറുക്കൻ സഹോദര, നീ കാട്ടിലെ വന്യനാണ്. സംഗീതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഇടുക്കൈകൾ കൂപ്പി, എനിക്ക് സംഗീതത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. എൻ്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് മാത്രമേ അറിയൂ. നിങ്ങളുടെ ശാഠ്യം ഉപേക്ഷിക്കുക. നിങ്ങളുടെ വിയോജിപ്പുള്ള ഈണം പാടുക. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലതാണ്. കഴുത കുറുക്കൻ്റെ വായനറ്റം വലിച്ചെടുത്ത് പരാതിപ്പെടാൻ തുടങ്ങി. എൻ്റെ ഈ ഈണം മോശമാണെന്ന് വിളിച്ച് നിങ്ങൾ എന്നെ അപമാനിച്ചു. ഞങ്ങൾ കഴുതകൾ ശുദ്ധമായ ക്ലാസിക്കൽ താളത്തിൽ കുതിക്കുന്നു. അവനെ വിഡ്ഢികൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കുറുനരി പറഞ്ഞു, കഴുത സഹോദര, ഞാൻ ഒരു വിഡ്ഢിയാണ്. പക്ഷെ ഒരു സുഹൃത്തെന്ന നിലയിൽ എൻ്റെ ഉപദേശം പിന്തുടരുക. വാ തുറക്കരുത്. പൂന്തോട്ടത്തിലെ കാവൽക്കാർ ഉണരും. കഴുത ചിരിച്ചു. അയ്യോ വിഡ്ഢിക്കുറുക്ക, എൻ്റെ ഈണം കേട്ട് പൂന്തോട്ടത്തിലെ കാവൽക്കാരനും ഒരു പൂമാല കൊണ്ടുവന്ന് എൻ്റെ കഴുത്തിൽ ഇടും. നിങ്ങൾ വലിയ ഗായകനാണ്. വിഡ്ഢിയായ ഒരു കുറുനരി പോലും നിന്റെ കഴുത്തിൽ ചാർത്താൻ ഒരു പൂമാല കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പോയി 10 മിനിറ്റ് കഴിഞ്ഞാൽ നീ പാടി തുടങ്ങും. അങ്ങനെ ഞാൻ പാടി തീരും വരെ പൂമാലയുമായി മടങ്ങാം.
കഴുത അഭിമാനത്തോടെ കുലുക്കി സമ്മതിച്ചു. കുറുക്കൻ അവിടെ നിന്ന് നേരെ കാട്ടിലേക്ക് ഓടി. പോയിട്ട് കുറച്ച് സമയത്തിന് ശേഷം കഴുത ഇഴയാൻ തുടങ്ങി. അവൻ്റെ ഇഴയുന്ന ശബ്ദം കേട്ട് ഉദ്യാനത്തിലെ കാവൽക്കാർ ഉണർന്നു. തടികളുമായി അതേ ഭാഗത്തേക്ക് ഓടി. അവിടെ നിന്ന് ഇഴയുന്ന ശബ്ദം ഉയർന്നു. കഴുതയെ കണ്ട കാവൽക്കാർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ തോട്ടം മേഞ്ഞുകൊണ്ടിരുന്ന ദുഷ്ട കഴുതയാണ്. അധികം താമസിയാതെ അടിയേറ്റ് കഴുത പാതി മനസ്സോടെ വീണു. ഇതാണ് ഇന്ന് നമ്മുടെ സ്റ്റോറി ഇന്ന് ഇതാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ കൊച്ചു യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് അടിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് ഇതേ ടൈമിൽ നാളെ കാണാം. ഓക്കെ, ബൈ.